ചില മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച പോലെ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി വന്നത് ബി.ജെ.പിയിൽ തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു എന്നുള്ളതാണ്. പരമ്പരാഗതമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രൊഫഷണൽ പശ്ചാത്തലമുള്ള, അതേസമയം ഒരു വർഷം മുമ്പ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ മിന്നുന്ന പ്രകടനം നടത്തിയ ഒരാളെ, ഒരു പ്രതീക്ഷ നൽകുന്ന ഒരാളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും മിഡിൽ ക്ലാസ്സിനും എല്ലാം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവിനെ, പരമ്പരാഗതമായ രാഷ്ട്രീയമില്ലാത്ത ഒരു നേതാവിനെ, എന്നാൽ ബി.ജെ.പിയുടെ ശക്തമായ പിന്തുണ കൊടുക്കുന്ന ഒരാൾക്ക്, അപ്പോൾ ആ നിലയ്ക്ക് സമവാക്യങ്ങൾക്കപ്പുറം ബി.ജെ.പിയെ കാണണമെന്നും മറ്റാര് വന്നാലും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് വശംവദരാവുകയും മിത്രവും ശത്രുക്കളും ഉണ്ടാകുമെന്നുള്ള ഭയവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പുതിയൊരു മുഖത്തെ അവതരിപ്പിച്ചതിൻ്റെ ഒരു ഉന്മേഷം ബി.ജെ.പിക്കുണ്ട്. ആ നിലയ്ക്ക് ബി.ജെ.പി ഒരു വലിയൊരു ചലഞ്ച് ഓവർകം ചെയ്തു. കാരണം മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ബി.ജെ.പിക്ക് മുന്നോട്ട് പോകാൻ വലിയ വിലങ്ങുതെളിയാകും. പടിപ്പടിയായി ബി.ജെ.പി വളർന്നു വരുന്നൊരു പശ്ചാത്തലം നമ്മൾ കാണുകയാണ്. 2% വോട്ട് കിട്ടിയ 84 തിരഞ്ഞെടുപ്പ് മുതൽ പടിപ്പടിയായിട്ട് 20% ലോക്സഭാ മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എത്തിയപ്പോൾ ഇനി ഈ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 20% നിലനിർത്തേണ്ടത്, കുറഞ്ഞ പക്ഷം നിലനിർത്തേണ്ടത് ബി.ജെ.പിക്ക് വളരെ അത്യാവശ്യമാണ്. മുനിസിപ്പൽ തിരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതിന് തൊട്ട് മുമ്പേ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ബി.ജെ.പിയുടെ വളർച്ച ഇനി ഒരു ടേക്ക് ഓഫ് സ്റ്റേജിൽ എത്തിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു പുതുമുഖം വേണമെന്നുള്ളതും, അങ്ങനെ കാണുമ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം ബി.ജെ.പിയിൽ അണികൾ ഒന്നിച്ചു ചേരുമെന്നുള്ള പ്രതീക്ഷ ജനങ്ങളിലേക്ക് ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ പാർട്ടിക്ക് അകത്തൊരു ഐക്യം കൊണ്ടുവരാൻ അങ്ങനെ ഒരു പ്രൊഫഷണലിന് കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ പരമ്പരാഗതമായ നേതൃത്വ മത്സരം ഇവിടെ ഒഴിവാക്കാൻ ഡൽഹിയിൽ നിന്ന് ഒരു നടപടിയെടുത്തു. അതിന് പറ്റിയൊരു നേതാവിനെ കിട്ടുകയും ചെയ്തു. കാരണം ക്ലീൻ ഇമേജാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് പൊതുസമൂഹത്തിലും പാർട്ടിക്കകത്തും അതിനെ മോശമായി കാണാനോ പറയാനോ ആൾക്കാരുണ്ടാവില്ല. അത് ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ബി.ജെ.പി അണികൾക്ക് വലിയൊരു ഉന്മേഷം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇതെങ്ങനെ പ്രസക്തി ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് ചർച്ച വേറെ ചെയ്യാം. പക്ഷേ ഇത് പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് ശക്തിപ്പെടാൻ ഇനി അവസരം നൽകാതെ ഒരുപക്ഷെ പുതിയ പെർമിറ്റേഷനും കോമ്പിനേഷനും വന്നാലായി, അത് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും നിലവിലുള്ള ഗ്രൂപ്പ് വഴക്കുകൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിരാമമിടാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തെരഞ്ഞെടുപ്പ് കാരണമായി.